പൊറോട്ടയും ബീഫും ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടോ? അല്ലേ? എന്നാ ഞാനുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, കുറച്ച് നാൾ മുന്നേ വരെ. അല്ല, അതിനിപ്പോൾ പൊറോട്ടയും ബീഫിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോൾ പുറത്തു പോയാലും എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിച്ചാൽ ബിരിയാണി എന്ന് മാത്രം പറയുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ നമ്മൾ വീഡിയോ ആയിട്ട് കണ്ടിട്ട് കുറേ ആയല്ലേ. എൻ്റെ മടി കാരണം കേട്ടോ കണ്ടിന്യൂസ് വീഡിയോ ഇടാത്തെ. വീഡിയോ ഇടുന്നു പറഞ്ഞ് ഒരുപാട് പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് എൻ്റെ വിശേഷങ്ങൾ തിരക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടല്ലോ. ഉണ്ണിയേട്ടൻ്റെ കൂടെ കൂടിയിട്ടാണ് ഞാൻ ഈ പൊറോട്ടയും ബീഫും കഴിക്കാൻ തുടങ്ങിയത്. നല്ല അടിപൊളി പൊറോട്ട കഴിച്ചത് എവിടെന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞങ്ങൾ തിരുവനന്തപുരം. പൊറോട്ടയുടെ കൂടെ എന്താ കറി വേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിക്കുക പോലും ചെയ്താൽ ഞാൻ പറയും എനിക്ക് ബീഫ് കറി മതി. നല്ലൊരു അടിപൊളി ബീഫ് കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് ബീഫ് കറീനേക്കാൾ ഇഷ്ടം നല്ല തേങ്ങ കൊത്തിട്ട് നല്ല കറി കറുപ്പിച്ചെടുത്ത് ബീഫ് റോസ്റ്റാണ്. ഇന്ന് ഞാൻ ബീഫ് റോസ്റ്റ് ആക്കാൻ നിന്നില്ല, ചെറിയൊരു ബീഫ് കറിയാണ്. കാരണം നമ്മളിത് കഴിക്കുന്നത് പൊറോട്ടയുടെ പോലെ നല്ല റേഷനറി ചോറിൻ്റെ ഒപ്പം. അങ്ങനെ നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി ഞാൻ ചോറുണ്ട്. ഇനി എൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വീഡിയോ ആയിട്ട് ഇടാട്ടോ. അപ്പോൾ ബൈ.